അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിയായതിൽ നിന്ന് പിന്മാറിയതോടെ തിരഞ്ഞെടുപ്പ് ഡെമോക്രാറ്റുകൾ മേൽക്കൈ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ABC ന്യൂസ് സംഘടിപ്പിച്ച പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപിനെ വെള്ളം കുടിപ്പിച്ചെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംവാദത്തിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കാൻ അനുഭവസമ്പത്ത് കുറഞ്ഞ കമല ഹാരിസിന് കഴിഞ്ഞു. ഡിബേറ്റിന് പിന്നാലെ CNN 605 വോട്ടർമാർക്കിടയിൽ നടത്തിയ മിന്നൽ സർവേയിൽ 63% പറഞ്ഞത് ഹാരിസ് വിജയം നേടിയെന്നാണ്. ട്രംപിനെ വിജയിയായി കണ്ടത് വെറും 37% പേർ മാത്രമാണ്. ജൂണിൽ നടന്ന ഡിബേറ്റിൽ ട്രംപ് 67%, ജോ ബൈഡൻ 33% എന്ന നിലയിലായിരുന്നു. പണപ്പെരുപ്പം, വിലകയറ്റം, അബോർഷൻ, കുടിയേറ്റം, വിദേശനയം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ സംവാദം ആളിക്കത്തിയപ്പോഴും ഹാരിസിനെ വീഴ്ത്താൻ ട്രംപിന് കഴിയുന്നില്ലെന്ന് CNN നിരീക്ഷിച്ചു. ഡിബേറ്റ് കഴിഞ്ഞ ഉടൻ ടെയ്ലർ സ്വിഫ്റ്റ് ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചത് വനിതകളുടെ നിറഞ്ഞ ആവേശമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ജൂൺ 27 ഡിബേറ്റിൽ അടിതെറ്റിയ പ്രസിഡന്റ് ബൈഡൻ അരങ്ങൊഴിയേണ്ടി വന്നതുപോലെ കമല ഹാരിസിനും സംഭവിക്കുമെന്നായിരുന്നു പ്രവചനങ്ങൾ. ഇതിനെയെല്ലാം മറികടക്കുന്നതാണ് നിലവിലെ അവസ്ഥ. യുക്രൈൻ യുദ്ധം ആരംഭിക്കും മുൻപ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കമല ഹാരിസ് കൂടിക്കാഴ്ച നടത്തിയെന്നും ട്രംപ് നുണ പറഞ്ഞപ്പോൾ ട്രംപിനെ പുടിൻ ഉച്ചഭക്ഷണമാക്കുമെന്ന് കമല ഹാരിസ് തിരിച്ചടിച്ചു. ആളുകളെ ചെറുതാക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ട്രംപിനെ വിദേശ നേതാക്കൾ പരിഹസിക്കുകയാണെന്ന് കമല ഹാരിസ് പറഞ്ഞു. തന്റെ വംശീയതയെ ചോദ്യം ചെയ്ത ട്രംപിനെ അവർ കടന്നാക്രമിച്ചു. പ്രസിഡന്റ് ഒബാമ ജനിച്ചത് എവിടെയാണെന്നും ട്രംപ് അന്വേഷിച്ചു നടന്നിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഡിബേറ്റിൽ തിളങ്ങിയെങ്കിലും വിജയം ഇപ്പോഴും ഉറപ്പായില്ലെന്നും കമല ഹാരിസ് പിന്നീട് അനുഭാവികളോട് പറഞ്ഞു. മത്സരം കടുപ്പം തന്നെയാണ്. എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റ് ആവും കമല ഹാരിസ് എന്ന് വീണ്ടും തെളിഞ്ഞുവെന്നാണ് ബറാക് ഒബാമ പ്രതികരിച്ചത്. ആർക്കാണ് ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി നയിക്കാൻ കഴിയുക എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു. ഭിന്നിപ്പിച്ചു നിർത്തുന്നവർക്കല്ല രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുക. കമല ഹാരിസ് എല്ലാവരുടെയും പ്രസിഡന്റ് ആയിരിക്കും. ട്രംപ് എന്ന മൂടൽമഞ്ഞിനെ അമേരിക്ക മസ്തിഷ്കത്തിൽ നിന്ന് ഹാരിസ് തുടച്ചു കളഞ്ഞെന്ന് ചർച്ചയ്ക്ക് ശേഷം പെൻസിൽവാനിയ ഗവർണർ ജോഷ് ഷാപിറോ പറഞ്ഞു. പ്രസിഡന്റ് ബൈഡൻ ന്യൂയോർക്കിലെ ഒരു ഹോട്ടലിൽ ഇരുന്നാണ് ടിവിയിലെ ഡിബേറ്റ്സ് കണ്ടത്. ഈ ഡിബേറ്റിലെ വിജയി വ്യക്തമായും ഹാരിസ് തന്നെയാണെന്ന് ഫോക്സ് ന്യൂസ് അനലിസ്റ്റ് ബ്രിറ്റ് ഹ്യൂം പറഞ്ഞു. ട്രംപിന് മോശപ്പെട്ട രാത്രിയായത്. ട്രംപ് പഴയ പരാതികൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റാണ് ബൈഡൻ എന്ന് ട്രംപ് പറഞ്ഞു. എന്തുകൊണ്ടാണ് കമല ഹാരിസ് 4 വർഷം കൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ബൈഡന്റെ പരാജയങ്ങൾക്കും ഹാരിസ് ഉത്തരവാദികളോടാണ് ട്രംപ് ആരോപിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പെരുമാറ്റവും US അതിർത്തിയിലെ പ്രതിസന്ധിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാൻ US സൈന്യത്തെ ഉടച്ചു വാർത്തു, കരുത്തു പകർന്നു. അവർ പക്ഷേ അതെല്ലാം താലിബാനു നൽകി. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു.